അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഭിന്ന വീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനോട് എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അഥവാ ഇജ്തിഹാദിയായി വരുന്ന വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്ക് ഒന്നിലധികം അഭിപ്രായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ടിലധികം അഭിപ്രായങ്ങൾ ഫുഖഹാക്കന്മാർക്കിടയിൽ ഇജ്തിഹാദിയായി വന്നു കഴിഞ്ഞാൽ അത് എല്ലാം ശരിയാകുന്നു എന്ന ഒരു വീക്ഷണം ചില ആൾക്കാരുണ്ട്. അങ്ങനെയില്ല, തെളിവിനോട് യോജിച്ച് നിൽക്കുന്നത് ഏത് എന്ന് നോക്കിയിട്ട് അതാണ് എടുക്കേണ്ടത്. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും മടക്കണം. ഖുർആനിലേക്ക് മടക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിലേക്ക് മടക്കുക. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ബലപ്പെട്ട തെളിവുകൾ ഏത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കണം എന്നതാണ് നിലപാട്. അതായത് ഏതും അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാൻ നിവൃത്തിയില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടെക്സ്റ്റാണ്, ഒരു ഫത്വയിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. അന്നൽ മസായിൽ അല്ലത്തി ഇഖ്തലഫൽ ഉലമാഉ ഫീഹാ നൗആനി. പണ്ഡിതന്മാർക്കിടയിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവെ രണ്ട് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അൽ അവൽ, ഒന്നാമത്തെ മസായിലുൻ വറദ ഫീ ബയാനി ഹുക്മിഹാ നസ്സുൻ സരീഹുൻ മിനൽ ഖുർആനിൽ കരീമി അവി സുന്നത്തി സഹിഹ. വിശുദ്ധ ഖുർആനിൽ നിന്നോ സഹീഹായ ഹദീസുകളിൽ നിന്നും വ്യക്തമായ നസ്സ്, അതിൻ്റെ ഹുക്മ് ഇന്നതാകുന്നു എന്ന്, ഒരു മസലയുടെ ഹുക്മ് ഇന്നതാകുന്നു എന്ന വിഷയത്തിൽ നസ്സ്, വ്യക്തമായ ഖണ്ഡിതമായ പ്രമാണം വന്നിട്ടുള്ള വിഷയങ്ങൾ. അങ്ങനെ വ്യക്തമായ പ്രമാണം വന്നിട്ടുള്ള ഒരു വിഷയത്തിലാണെങ്കിൽ വലാ മുആരിള ലഹു, അതായത് ആ പ്രമാണങ്ങൾക്ക് എതിരായി വേറെ തെളിവുകൾ ഇല്ല എങ്കിൽ, ഔ നുഖില ഫീഹാ ഇജ്മാഉൻ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഇജ്മാഉ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, സുമ്മ ശദ്ദ ബഅദുൽ മുതഅഖിരീന വഖാലഫൽ ഇജ്മാഅ, അങ്ങനെ പിൽക്കാലഘട്ടത്തിൽ വേറെ ചില ആൾക്കാർ വരികയും ആ ഇജ്മാഇനോട് എതിരായ ഒരു നിലപാട് പിന്നീട് ഉണ്ടാവുകയും ചെയ്താൽ, ഔ അല്ലെങ്കിൽ ദല്ല അലാ ഹുക്മിഹാ അൽ ഖിയാസുൽ ജലിയു, ജലിയായ ഒരു ഖിയാസ് അതിൻ്റെ ഒരു മസലയിൽ ഒരു ഹുക്മിലേക്ക് സൂചന നൽകിയാൽ, അതായത് ഖുർആനിൽ നിന്ന് ഖണ്ഡിതമായ തെളിവ് അല്ലെങ്കിൽ ഇജ്മാ അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് തെളിവ് ഉണ്ടായിട്ട് നസ്സ് വന്നതിന് ശേഷം ആ നസ്സിനപ്പുറത്തേക്ക് ഒരു ഖിയാസ് കൊണ്ടൊരു തെളിവ് പിടിക്കുക, ആ നിലക്കൊരു ഖിലാഫ് ഉണ്ടായി കഴിഞ്ഞാൽ, ഫഹാദിയിൽ മസായിലു യുൻകറു ഫീഹാ അലാ മൻ ഖാലഫ ദലീൽ, ദലീലിന് എതിരായിക്കൊണ്ട്, വ്യക്തമായ പ്രമാണത്തിന് എതിരായിക്കൊണ്ട് പറഞ്ഞാൽ അത് ആ പറഞ്ഞവന് തന്നെ കൊടുക്കണം, അത് നിരാകരിക്കപ്പെടേണ്ടതാണ്. നസ്സിനും തെളിവിനും എതിരായിക്കൊണ്ടൊരു അഭിപ്രായം സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് തന്നെ. അപ്പോൾ നസ്സിനെതിരായി വരുന്ന അഭിപ്രായങ്ങളാണെങ്കിൽ അത് അസ്വീകാര്യമാണ്, അത് ഇൻകാർ ചെയ്യേണ്ടതാണ് എന്നതാണ് നിലപാട്. എന്നിട്ട് അതിന് ചില ഉദാഹരണങ്ങൾ പറയാണ്. ഇൻകാറു സിഫാത്തില്ലാഹി തആല അല്ലത്തി മദഹ ഫീഹാ നഫ്സഹു വവസഫഹു ബിഹാ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്തൽ മുസമ്മ അത്തഅ്വീൽ വഹുവ ഫിൽ ഹഖീഖത്തി തഹരീഫുൻ ലിനുസൂസിൽ കിതാബി വസുന്ന. ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ ചില സിഫത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള സിഫത്തുകൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ള ചില സിഫത്തുകൾ, അത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ തെളിവിനെ ഒഴിവാക്കിക്കൊണ്ട് ചില തഅ്വീലുകൾ എന്ന് പറഞ്ഞ് വ്യാഖ്യാനങ്ങൾ കൊടുക്കുക എന്നതിൻ്റെ പേരിൽ ഇതിനെ നിഷേധിക്കുന്ന തരത്തിലുള്ള ചില പ്രവണതകളുണ്ട്. അതെന്താണ്? പ്രമാണത്തിന് വിരുദ്ധമായതാണ്. ഉദാഹരണത്തിന് ഇന്നല്ലാഹ ഇസ്തവ അലൽ അർഷ്, തീർച്ചയായും അള്ളാഹു അവൻ്റെ അർഷിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു തആല യൻസിലു റബ്ബുനാ തബാറക വ തആല, റബ്ബ് താഴോട്ട് ഇറങ്ങി വരും. നുസൂല്, അള്ളാഹുവിൻ്റെ നുസൂല്, അള്ളാഹുവിൻ്റെ ഇസ്തിവാ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട തെളിവിനാൽ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? അള്ളാഹുവിന് അങ്ങനെ നുസൂൽ ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന് അങ്ങനെ ഇസ്തിവാ ഉണ്ടാകാൻ പാടില്ല, അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിഷേധിക്കുന്നതിൽ ചില പ്രവണത അശ്അരിയാക്കൾക്കിടയിലൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. മുഅ്തസിലിയാക്കൾ, അശ്അരികളൊക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തഅ്വീൽ ചെയ്തുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പ്രമാണത്തിന് വിരുദ്ധമായ ഒരു നിലപാട് ഒരാൾ എടുത്താൽ അതെന്താണ്? അസ്വീകാര്യമാണ്. അത് തള്ളിപ്പറയേണ്ട
ഒരഭിപ്രായ വ്യത്യാസമാണ്. അതേപോലെ തന്നെ ഇൻകാറു ബഅദിൽ ഹഖായിഖ് അല്ലതി അഖ്ബറ ബിഹാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്മാ സയഹ്ദസു യൗമൽ ഖിയാമത്തി കൽ മീസാനി വസ്സിറാത്തി. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മനുഷ്യൻ്റെ കർമ്മങ്ങൾ തൂക്കുക, മീസാനുണ്ട്, തൂക്കുന്ന തുലാസ് ഉണ്ട്, അതുപോലെ തന്നെ കടന്നു പോകുന്ന സിറാത്തുണ്ട്, സിറാത്ത് പാലം കടക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഹദീസുകൾ വ്യക്തമായി വന്നിട്ടുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ മീസാൻ എന്ന് പറഞ്ഞ സംഭവമല്ല, അങ്ങനെ സിറാത്തില്ല, അങ്ങനെ അത്രയും യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നിഷേധിച്ച് പറയാം. അതായത് വ്യക്തമായ ഹദീസുകൾക്ക് വിരുദ്ധമായ നിലപാടെടുക്കുക, എന്നിട്ട് വ്യത്യസ്തമായ അഭിപ്രായം പറയുക. അത്തരം അഭിപ്രായങ്ങൾ അസ്വീകാര്യമാണ്, ഇൻകാർ ചെയ്യേണ്ടതാണ്, തള്ളിപ്പറയേണ്ടതാണ്. മൂന്നാമത്തത് മാ ഖാലഹു ബഅദുൽ മുആസിരീന മിൻ ജവാസി അഖ്ദിൽ ഫായിദ അലൽ അംവാലിൽ മുവദ്ദഅ ഫിൽ ബുനൂക്. ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള പണത്തിന്, സമ്പാദ്യങ്ങൾക്ക് പലിശ സ്വീകരിക്കൽ ജായിസാകുന്നു എന്നുള്ള ചില മുആസിരീങ്ങളായ ആളുകളുടെ അഭിപ്രായം. മുആസിർ എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആധുനിക സംവിധാനമല്ല. ആധുനികമായ സംവിധാനമായ ബാങ്കുകളിൽ ഒരാൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിക്ഷേപത്തിന് പലിശ കിട്ടിയാൽ അത് ജായിസാകുന്നു എന്ന് പറയുന്ന ചില ആളുകൾ. മഅ അന്ന ഹാദാ ഹുവ ഐനു റിബ അല്ലദീ ഹറമല്ലാഹു വറസൂലുഹു. അള്ളാഹുവും അവൻ്റെ റസൂലും നിഷിദ്ധമാക്കിയിട്ടുള്ള റിബയുടെ ഗണത്തിൽപ്പെട്ടത് തന്നെയാണ് ഐനു റിബ. അത് തന്നെയാണ് റിബ, പലിശ എന്ന് പറഞ്ഞത്. അത്തരം ഒരു പലിശയെ ബാങ്ക് മുഖേനയുള്ളതാണ് എങ്കിൽ സ്വീകരിക്കൽ ജായിസാകുന്നു എന്ന് പറയുന്ന വീക്ഷണം പ്രമാണത്തിന് വിരുദ്ധാണ്. അതുകൊണ്ട് പ്രമാണ വിരുദ്ധമായ ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല. നാലാമത്തത് അൽ ഖൗലു ബി ജവാസി നിക്കാഹി തഹ്ലീൽ. തഹ്ലീലിൻ്റെ നിക്കാഹ് ജായിസാകുന്നു എന്ന് പറയുന്ന അഭിപ്രായം. ഫഇന്നഹു ഖൗലുൻ ബാത്തിൽ. അത് ബാത്തിലായ, അന്യായമായ, യാഥാർത്ഥ്യമില്ലാത്ത ഒരു വാക്കാണ്. മുഖാലിഫുൻ ലഅനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്യുന്നവരെ ശപിച്ചിട്ടുണ്ട്. മുഹല്ലിലിൻ്റെ നിക്കാഹിനെ ശപിച്ചിട്ടുണ്ട്. വൽ മുഹല്ലില ലഹു. ആരാണോ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത്, രണ്ടുപേരെയും ശപിച്ചിട്ടുണ്ട്. അതായത് ഹലാലാക്കി കൊടുക്കുന്ന നിക്കാഹിന് നിന്ന് കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ചടങ്ങ് നിൽക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ പറയും. അതായത് ഒരു പെണ്ണിനെ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി എന്ന് ഒറ്റ ഇരിപ്പിൽ ചൊല്ലിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്താണ്, അത്വലാഖ് മറത്താനിന്ന 2 തലാക്കേ ഉള്ളു. 2 തലാക്ക് കഴിഞ്ഞാൽ പിന്നെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അതെന്തായി, ബായിനായ തലാക്കായി. ബായിനായ തലാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പോലെ തിരിച്ചെടുക്കാൻ പറ്റില്ല. 1, 2 തലാക്കുകളിൽ അയാൾക്ക് നിക്കാഹില്ലാതെ തന്നെ തിരിച്ചെടുക്കാം. ഇദ്ദാകാലത്ത് കഴിയുന്നതിന് മുമ്പാണെങ്കിൽ തിരിച്ചെടുക്കാം. എന്നാൽ 2 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞ ഒരു പെണ്ണിനെ രണ്ടാമത് അയാൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം, ആ പെണ്ണിനെ വേറെ ഒരാൾ വിവാഹം ചെയ്ത് അയാൾ തൊലാക്ക് ചൊല്ലി ഇദ്ദാകാലം കഴിഞ്ഞതിന് ശേഷമേ തിരിച്ചെടുക്കാൻ പറ്റൂ, സ്വാഭാവികമായ നിലയിൽ. എന്നാൽ ചില വിക്രിയക്കാരായ ആളുകൾ എന്ത് ചെയ്യും, ഈ പെണ്ണിനെ രണ്ടാമത് കെട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചടങ്ങ് നിൽക്കാൻ വേണ്ടി മുഹല്ലിലാക്കുക, ഹലാലാക്കുക. ഇയാൾക്ക് ഹലാലാക്കി കൊടുക്കണം, വേറെ കെട്ടണമല്ലോ. അങ്ങനെ ആ പെണ്ണിനെ വിവാഹം ചെയ്യുകയും നിക്കാഹ് ചെയ്യുകയും 1-2 ദിവസം കൂടെ കഴിയുകയും എന്നിട്ട് തലാക്ക് ചെല്ലുകയും എന്നിട്ട് ആദ്യത്തെ വിവാഹക്കാരന് വീണ്ടും കെട്ടിച്ചു കൊടുക്കാനുള്ള ചടങ്ങ് നിൽക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട സമീപനം സ്വീകരിക്കുന്നവർ. ഇതെന്താണ്, പ്രമാണ വിരുദ്ധമായ കാര്യമാണ്. മനസ്സിലായ? അപ്പം ഇത്തരം കാര്യങ്ങൾ, അതിൻ്റെ പേരിൽ അഭിപ്രായ എന്ത് ജാതി അഭിപ്രായം ഉണ്ടായാലും എന്താണ്, അത് അസ്വീകാര്യമായ അഭിപ്രായങ്ങൾ ആണ്. ഇനി അതിൽ 5-മത്തെ അൽ ഖൗലു ബി ഇബാഹത്തി സമാഇ ആലാത്തിൽ മൂസീഖ വൽ മആസിബ്. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം കേൾക്കുക, അത് അനുവദനീയമാണ് എന്ന് പറയുന്ന ചില വാദക്കാരുണ്ട്. ഫൈനഹു ഖൗലുൻ മുൻകർ. അത് മുൻകറായ ഒരു അഭിപ്രായമാണ്. ദല്ല അലാ ബുത്ലാനിഹി കതീറും മിനൽ അദില്ലതി ഫിൽ ഖുർആനി വസുന്ന. അത്തരം അഭിപ്രായം ബാത്തിലാകുന്നു എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ പറ്റും. വ അഖ്വാലി സലഫി. സലഫിന്റെ വാക്കുകളിലുമുണ്ട്. വലിദാലിക. അതുകൊണ്ട് ഇത്തഫഖ കലിമത്തുൽ അഇമ്മത്തിൽ അർബ അലാ തഹരീമിഹ. ഈ പറയുന്ന വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതങ്ങൾ എന്ന് പറയുന്നത് ഹറാമാകുന്നു എന്ന വിഷയത്തിൽ 4 മദ്ഹബ് ഇമാമിങ്ങൾക്കും ഏകാഭിപ്രായമാണ്.
അങ്ങനെയുള്ളൊരു കാര്യം അനുവദനീയമാണ് എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവിടെ രണ്ടഭിപ്രായം വന്നുവെങ്കിലും ആ അഭിപ്രായം തള്ളിപ്പറയേണ്ട അഭിപ്രായങ്ങളാണ്, അത് ഫിഖഹിയായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ പറ്റുന്നതല്ല എന്നർത്ഥം. ആറാമത്തത് അൽ ഖൗലു ബി അന്ന ദാഖില ഇലൽ മസ്ജിദി യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബു യജ്ലിസു ലിയസ്തമിയ അൽ ഖുത്ബ വലാ യുസല്ലി തഹിയ്യത്തൽ മസ്ജിദി. ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു, അയാള് തഹിയ്യത്തുൽ മസ്ജിദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വെള്ളിയാഴ്ച മിമ്പറിൽ ഖത്തീബ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി വരുന്ന ആളുകൾ അവിടെ ഇരുന്നിട്ട് ഖുതുബ കേൾക്കുകയാണ് വേണ്ടത്. അയാൾ 2 റക്അത്ത് നിസ്കരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന അഭിപ്രായം അത് പ്രമാണവിരുദ്ധമായ അഭിപ്രായമാണ്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ ഹദീസുണ്ട്, എണീറ്റ് നിസ്കരിക്കാൻ കൽപ്പിച്ചതായ ഹദീസുകളുണ്ട്. അതുകൊണ്ട് പ്രമാണങ്ങൾക്ക് വ്യക്തമായ വന്നിട്ടുള്ള പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഈ അഭിപ്രായം സ്വീകരിക്കാൻ കൊള്ളാവുന്നതല്ല. അതേപോലെ തന്നെ അൽ ഖൗലു ബി അദമി ഇസ്തിഹ്ബാബി റഫിൽ ഐദി ഫി സ്വലാത്തി മഅ തക്ബീറത്തി റുകൂഇ വറഫ്ഇ മിൻഹു വൽ ഖിയാമി ഇല റക്അത്തി സാനിയ. മുസ്തഹബ് അല്ല എന്നുള്ള വാദം. അൽ ഖൗലു ബി അദമി ഇസ്തിഹ്ബാബി റഫിൽ ഐദി, കൈകൾ ഉയർത്തൽ സുന്നത്തല്ല എന്ന് ചില ആൾക്കാർക്ക്. എപ്പോ? ഫി സ്വലാത്തി, നിസ്കാരത്തിൽ, മഅ തക്ബീറത്തി റുകൂഇ, റുകൂയിലേക്കുള്ള തക്ബീർ ഉണ്ടല്ലോ, റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത് കൈ ഉയർത്തുക, വർ റഫീ മിൻഹു, റുക്കൂയിൽ നിന്ന് ഉയരുന്ന സമയത്ത് കൈ ഉയർക്കുക, വൽ ഖിയാമി ഇല റക്അത്തി സാലിസ, മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പം കൈ ഉയർത്തുക. ഇങ്ങനെ കൈ ഉയർത്താൻ പാടില്ല, അത് സുന്നത്തില്ല, അത് മുസ്തഹബ് അല്ല എന്ന് പറയുന്ന വാദക്കാരുണ്ട്. ആ വാദം തെറ്റായ വാദമാണ്, കാരണം പ്രമാണത്തിനെതിരാണ്. ഫിഖ്ഹിയായ മസലകളാണെങ്കിൽ പ്രമാണത്തിനെതിരായതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, തള്ളി പറയേണ്ടതാണ് എന്നർത്ഥം. എട്ടാമത്തത് അൽ ഖൗലു ബി അദമി ഇസ്തിഹ്ബാബി സ്വലാത്തിൽ ഇസ്തിസ്ഖ, മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുക എന്ന് പറയുന്നത് സുന്നത്തില്ലാത്തതാണ്, മുസ്തഹബ് അല്ലാത്തതാണ് എന്ന് പറയുന്ന ചില വാദക്കാരുണ്ട്, ചില വീക്ഷണക്കാരുണ്ട്, ചില അഭിപ്രായക്കാരുണ്ട്. വഖദ് സബത ഫി സഹീഹൈൻ വഗൈരിഹിമാ, ബുഖാരിയിലും മുസ്ലിമും അതല്ലാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഫഅലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹാ ജമാഅത്തുൻ മാ അസ്ഹാബിഹി, അതായത് ജമാഅത്തായി കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിച്ചു എന്നത് വ്യക്തമായ ഹദീസാണ്. അപ്പൊ അതില്ല എന്നൊരുത്തം പറഞ്ഞാൽ എന്താണ്? അത് വ്യക്തമായ തെളിവിനെതിരായ വീക്ഷണമാണ്, തള്ളി പറയേണ്ടതാണ്. ഒമ്പതാമത്തെ അൽ ഖൗലു ബി അദമി ഇസ്തിഹ്ബാബി സിയാമി സിത്തത്തി അയ്യാമിൻ മിൻ ശവ്വാല ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞിട്ട് ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് നോൽക്കുക എന്നത് സുന്നത്തില്ല, മുസ്തഹബല്ല എന്നുള്ള വാദഗതി പ്രമാണവിരുദ്ധമായതുകൊണ്ട് ആ അഭിപ്രായം സ്വീകരിക്കാൻ പാടില്ല, തള്ളി പറയേണ്ടതാണ്. ഫഹാദിഹിൽ മസായിലു വംസാലുഹ, ഇതുപോലെ ഉള്ള ഉദാഹരണങ്ങൾ ഇതൊക്കെ എന്താ? മിമ്മ വറദത്തിന് സൂസു ബയാനി ഹുക്മിഹ, അതിൻ്റെ ഹുക്മ് എന്താണ് എന്ന വിശദീകരണം നസ്സുകളിലൂടെ വന്നതാണ്. യുങ്കറു ഫിഹ അലൽ മുഖാലിഫ്, അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എതിരഭിപ്രായം പറയുന്ന ആളുകളുടെ വീക്ഷണത്തെ തള്ളി പറയേണ്ടതാണ്, സ്വീകരിക്കാൻ പാടില്ല. വലം യസൽ അസ്സഹാബത്തു വമൻ ബഅദഹും മിനൽ അയിമ്മത്തി യുൻകിറൂന അലാമൻ ഖാലഫ ദലീലൻ സഹീഹൻ വലൗ കാന മുജ്തഹിദൻ, ഒരു മുജ്തഹിദായ വ്യക്തിയാണെങ്കിൽ പോലും സഹീഹായ തെളിവിന് എതിരായിക്കൊണ്ട് ഒരു വീക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തള്ളിപ്പറയുക എന്നതായിരുന്നു സഹാബത്തിന്റെ നിലപാട്. വലം യസലി സഹാബത്തു വമൻ ബഅദഹും മിനൽ അയിമ്മത്തി, ആ സഹാബത്തിന് ശേഷം വന്നിട്ടുള്ള അയിമ്മത്തുകളൊക്കെ നിലപാട് ഇതായിരുന്നു. അപ്പൊ ഇതാണ് ഈ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഫിഖ്ഹി ആയതാണെങ്കിലും നമ്മൾ എല്ലാം സ്വീകരിക്കേണ്ടതാണ്. എല്ലാം മുജ്തഹിദീങ്ങളാണ്, ആർക്കും തെറ്റുപറ്റാത്തവരാണ്, എല്ലാം ശരിയാകുന്നു എന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്.